ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി ആദ്യം ക്രിസ്മസിന് ചരിത്ര വിരുന്നു. മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കിടെ സഭാ നേതൃത്വത്തിന് ക്രിസ്മസ് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മാർപ്പാപ്പ വരുന്ന വർഷം ഇന്ത്യ സന്ദർശിക്കും. ക്രിസ്മസ് വിരുന്ന് പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കളും വ്യവസായികളും കായിക താരങ്ങളും പ്രതികരിച്ചു. ഇതാദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് ഒരുങ്ങിയത്. Thank you, Reverend Dr. Paul Swaroop. Your message, आपने environment पर एक मैसेज दिया और हम समझते हैं कि ये मैसेज മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞത് അസുലഭ നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലങ്ങളായി ക്രിസ്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വലുതാണെന്നും തുടർന്നും ക്രൈസ്തവ വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും വലിയ പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടേതെന്നും ഫരീദാബാദ് രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പ്രതികരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗുരുഗ്രാം ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിംഗിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ പറഞ്ഞു. ഇതൊരു പ്രത്യേക ഒരു ഇൻവിറ്റേഷനായിട്ട് എനിക്ക് കിട്ടി. വളരെ നന്നായി പ്രോഗ്രാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്. ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ കൈമാറി. It went really well and I'm extremely happy. ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആയിരുന്നു. പക്ഷേ the way how he is communicating with everybody, how he is communicated with the Christian community is something great. രാഷ്ട്രീയ വിഷയങ്ങൾ ലക്ഷ്യമിട്ടുള്ളതായിരുന്നില്ല ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നെന്ന് BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോജോ ജോസ് പറഞ്ഞു. ഒന്ന്, ആരോഗ്യ മേഖലകളിൽ അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യാനികൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞു. കൂടാതെ ഒരുപക്ഷെ ഇന്ന് വരെ പ്രധാനമന്ത്രിമാരും മെൻഷൻ ചെയ്യാത്തൊരു കാര്യം, ഒരു പ്രത്യേക കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചെടുത്തത്, സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികൾ ദേശീയതയോടൊപ്പം നിന്നുവെന്നും അത് മഹാത്മാഗാന്ധിക്ക് പോലും പ്രചോദനമാകുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങൾ സെൻറ്റ് സ്റ്റീഫൻ കോളേജിലെ ആ കാലത്തെ പ്രിൻസിപ്പളായിരുന്ന റൂദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ പറഞ്ഞ് വളരെ വിശദമായ രീതിയിലുള്ളൊരു നല്ലൊരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഇത് മോദി ഗവൺമെൻറ്റും ക്രൈസ്തവ വിഭാഗവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഈ മണിപ്പൂർ വിഷയത്തിൽ ഇടഞ്ഞു നിന്ന സഭാ വിശ്വാസികളുണ്ടായിരുന്നു, സഭാ നേതൃത്വം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അക്കാര്യത്തിൽ ആശങ്ക മുന്നോട്ട് വെച്ച സഭാ നേതൃത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സമരസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നല്ലോ പ്രധാനമായും ഈ വിരുന്ന് ഒരുക്കിയത്. പക്ഷേ ഇന്ന് മണിപ്പൂർ അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളോ ഇത്തരത്തിലുള്ള ആശങ്കകളോ ഒന്നും ചർച്ചയായില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു വിരുന്നിന് ശേഷമുള്ള അതിഥികളുടെ പ്രതികരണം എന്തായിരുന്നു? ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള അവരുടെ ഒരു പ്രതികരണം. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഈ മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം പിന്നീടുണ്ടായ ആ മുറിവ് അത് ഏതെങ്കിലും വിധത്തിൽ ഒരു തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഉണങ്ങുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് ഒരു ശസ്ത്രക്രിയ, വിദഗ്ധമായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ ഈ ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറൂ എന്നുള്ളത് BJPക്കും കേന്ദ്ര സർക്കാരിനും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അറിയാമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധത്തിൽ ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിരുന്ന്
ക്രിസ്മസ് ദിനത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്ന പുതിയ ഒരു നയതന്ത്രത്തിന്റെ തുടക്കമാണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളം വളരെ പ്രധാനപ്പെട്ടതായിട്ട് BJP കണക്കിലാക്കാൻ പോകുന്നു. അങ്ങനെ ഉള്ള ഘട്ടത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ഈ BJP പ്രതീക്ഷ അർപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്, കേരളത്തിലെ പല സ്ഥലങ്ങളും ഉൾപ്പെടെ. അങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ അനുകൂല നിലപാട് ഈ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. സ്വീകാര്യത ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി ഈ വിധത്തിൽ ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്മസ് ദിനം ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ആ വിരുന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ് എന്നതാണ് നമുക്ക് BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ മുതൽ എല്ലാ BJPയുടെ പ്രധാനപ്പെട്ട സംഘടനാ ഘടകങ്ങളിലെ പ്രതിനിധികളും ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെടാനും അവരുടെ പ്രതിനിധികളോടൊപ്പം നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചും ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച്. ഒരുപക്ഷെ ഈ വർഷം നടക്കുമെന്ന് കരുതിയ ആ സന്ദർശനം ഇപ്പോഴുണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അത് ഉപേക്ഷിക്കപ്പെട്ടോ എന്നുവിധ തോന്നുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ അതൊന്നുമല്ല, അടുത്ത വർഷം അദ്ദേഹം വരും എന്നത് ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ക്രൈസ്തവ സമൂഹം ചെയ്ത സംഭാവനകളെ അദ്ദേഹം വലിയ രീതിയിൽ ശ്ലാഘിച്ചു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകിയിരിക്കുന്ന സംഭാവനകൾ നിസ്തുലമാണ്, മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തതാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ ചെയ്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുവഴി തന്റെ സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഈ സമൂഹത്തിനും ഈ വിഭാഗത്തിനും ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്, എല്ലാ വിധത്തിലുള്ള സഭാ നേതൃത്വത്തെയും അതിന്റെ പ്രതിനിധികളെ എങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 60 പേരോളം, അത് ഈ ക്രൈസ്തവ സഭകളിൽപ്പെടുന്ന നേതാക്കന്മാർ മാത്രമല്ല, മറിച്ച് വ്യവസായ മേഖലയിലുള്ള ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യവസായ മേഖലയിൽ പെടുന്നവർ, കായിക താരങ്ങൾ അടക്കമുള്ളവർ, ഒപ്പം കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ, അവരടക്കമുള്ളവരെ കൂടിയാണ് ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ള നേതാക്കന്മാർ, ഇവരെ അടക്കമാണ് ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലെ ഈ ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിച്ചത്. ആദ്യമായിട്ട് ക്രിസ്ത്യന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് പിന്നിൽ പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, രാഷ്ട്രീയം പറയാതെ, രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ തങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഈ വിരുന്നിലൂടെ. ഈ ക്രിസ്മസ് ലഞ്ച് ഡിപ്ലോമസി ഇനി എങ്ങനെയായിരിക്കും ക്രൈസ്തവ സമൂഹത്തോടെ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാൻ BJP സർക്കാർ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു തുടക്കമാണ് എന്നാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്മസ് ആണ്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. യേശു ജനിച്ച മണ്ണിൽ തന്നെ യേശുവിൻ്റെ സമാധാന സന്ദേശം മുങ്ങിമരിക്കുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ബത്ലഹേമിൽ ഇക്കുറി ആഘോഷങ്ങളില്ല. ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യം മുൻനിർത്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് ദിന സന്ദേശം. സന്ദേശത്തിൽ പരസ്യമായി ഗസയെയോ ഇസ്രയേലിനെയോ പേരെടുത്ത് പരാമർശിച്ചില്ല. Brothers and sisters, this is the wonder of Christmas. Not a mixture of sappy emotions and worldly contentment, but the unprecedented tenderness of a God who saves the world by becoming incarnate. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ സായാഹ്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള ബത്ലഹേം ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി. പുൽക്കൂട് ചത്തുരത്തിൽ പതിവ് ക്രിസ്മസ് ട്രീ ഒരുക്കിയില്ല. ക്രിസ്മസിന്റെ തലേദിവസം നടക്കാറുള്ള തിരുപ്പിറവി ആഘോഷങ്ങളും ഉണ്ടായില്ല. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറിയയും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി.
ദുബായിലും അബുദാബിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. അമേരിക്കൻ ഐക്യനാടുകളിലും വിപുലമായ ആഘോഷങ്ങളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ചത് അടുത്തതായി നോക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തിരക്കില്ലാതെ ദർശനം നടത്താൻ കോടതി ഇടപെടൽ. മണ്ഡലകാലം അവസാന ദിവസത്തിലേക്ക് എത്തിയതോടെ അഭൂതപൂർവമായ തിരക്കിൽ ശബരിമല. ഇന്നലെ ദർശനം നടത്തിയത് 1,00,000-ലേറെ തീർത്ഥാടകരാണെങ്കിൽ ഇന്ന് പെരുവഴികളിൽ അതിലേറെ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ്. പമ്പയിൽ നിന്ന് വരി നിന്ന് 12 മണിക്കൂറിന് ശേഷമാണ് പലരും 18ാം പടിയിൽ എത്തുന്നത്. നിലയ്ക്കലെ പാർക്കിംഗ് മൈതാനം നിറഞ്ഞതോടെ ഇടത്താവളങ്ങളിൽ 100 കണക്കിന് വാഹനങ്ങൾ തടഞ്ഞിട്ടു. പൊൻകുന്നം പാലാ റോഡിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രതിഷേധമുയർന്നു. രാവിലെ മുതൽ അവർക്ക് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. കടകൾ കുറവാണ്. ഉള്ള കടകൾ പച്ചക്കറി കടകൾ പോലെ ഒരു പഴം പോലും കിട്ടാനില്ലാത്ത ಅವಸ್ಥೆಯಲ್ಲಿലാണ്. ನಿನ್ನೆ 3 ಗಂಟೆಗೆ ನಾವು ಬಂದಿರೋದು ಎರಿಮಲೆಗೆ. ಬೆಳಗಿನ 3 ಗಂಟೆಗೆ ഇതുവരെ ಕೂಡ ട്രാഫിക് ക്ലിയർ ಆಗಿಲ್ಲ. രക്ഷയില്ല. ഇത് എന്താ ബ്ലോക്ക് എന്ന് മനസ്സിലാവില്ല. എനിക്കൊന്ന് പോലീസുകാരോട് ചോദിച്ചു പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് വിടണമെന്നാണ്. 10 മണിലിருந்து കുഴந்தைகள் வச்சுருக்கிறோம். பாத்ரூம் போக வசதி இல்ல, குடிக்க வசதி இல்ல, குளிக்க வசதி இல்ல. ஒரு அன்னதானம் போடலாம், ஏதோ பாத்ரூம் வசதி அந்த மாதிரி. இந்த மாதிரி டிராபிக் வந்து நைட்டு 9 மணிக்கு வந்தோம். 9 மணிலிருந்து காலையில இன்னைக்கு மணி டைம் ஆகுது. டைம் வந்து காலைல 12 மணி ஆகுது. 12 மணிக்கு எந்த ஒரு நடவடிக்கை எடுக்கல. 3 రోజులైంది స్వామి. ఈ యాత్రలేండి స్వామి. స్థానాలకి ఫుడ్లకి మొత్తానికి ఇబ్బంది అయిపోయింది స్వామి. വിഷയം അതീവ ഗുരുതരമായതോടെ ഹൈക്കോടതി അവധി ദിവസമായിട്ടും പ്രത്യേക സിറ്റിംഗ് നടത്തി. ആവശ്യമെങ്കിൽ DGPയോട് നേരിട്ട് ഇടപെടാൻ കോടതി നിർദ്ദേശിച്ചു. ഇടത്താവളങ്ങളിൽ അടിയന്തര സൗകര്യമൊരുക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന്. രാഹുൽ വിജയൻ, അതേപോലെ തന്നെ അശ്വിൻ പാലാഴി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നൽകും. ആദ്യം രാഹുൽ സുരേഷിലേക്കാണ്. രാഹുലെ, സന്നിധാനത്ത് തിരക്ക് ഇന്ന് എങ്ങനെയായിരുന്നു? ഭക്തർ 12 മണിക്കൂറൊക്കെ വരി നിന്ന് ദർശനം നടത്തുക. ഭക്തരോട് ദേവസ്വം മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ക്ഷമ കാണിക്കണമെന്ന്. പക്ഷേ ഈ 12 മണിക്കൂർ പൊരുവെയിലത്ത് വെള്ളമില്ലാതെ ഒക്കെ അവർ പറഞ്ഞ അവസ്ഥയൊക്കെ നമ്മൾ കേട്ടല്ലോ. നിൽക്കുക എന്ന് പറയുന്നത് വലിയ ദുസ്സഹമായ കാര്യമാണ്. അപ്പോൾ ശബരിമലയിലെ ഇന്നത്തെ തിരക്ക് ഈ സമയം ആകുമ്പോഴത്തേക്കും ഏകദേശം ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടുണ്ടോ? ക്രിസ്റ്റീന, മണ്ഡലപൂജ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കെ. ഇന്നലെ ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്നും അത് തുടരുകയാണ്. ഈ നിമിഷവും അത് തുടരുകയാണ്. ഈ നിമിഷം വരെ, അതായത് 6 മണി വരെ 75,000-ത്തിലധികം ആളുകളാണ് 18ാം പടി കടന്ന് ദർശനം നടത്തിയിട്ടുള്ളത്. ഓരോ മണിക്കൂറിലും 4,500 മുതൽ 5,000 വരെ ആളുകൾ 18ാം പടി കയറി ദർശനം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി 11 മണിക്കായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക. എന്നാൽ 12 മണി വരെ 18ാം പടി കയറാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേകം ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ആളുകളെ പരമാവധി ദർശനം നടത്തിക്കൊണ്ട് ഈ തിരക്ക് ക്രമീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വൈകുന്നേര സമയമാകുമ്പോൾ സ്വാഭാവികമായും തിരക്ക് വർദ്ധിക്കും. കാരണം ഇന്ന് ഉച്ചയോടുകൂടി പടി കയറുന്ന അല്ലെങ്കിൽ മല കയറുന്ന ആളുകൾ ഇവിടെ വിരിവെച്ച് തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകിട്ട് വലിയ തിരക്ക് സന്നിധാനത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. വൈകിട്ട് കയറിയ ആളുകളെല്ലാം തന്നെ ഇവിടെ വിരിവെച്ച് തുടരുകയാണ്. അതോടൊപ്പം ഇന്ന് കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായത്. അതിന്റെ ഒരു ഗുണം സന്നിധാനത്ത് ലഭിച്ചു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പറയുവാനുള്ളത്. കാരണം അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ തിരക്ക് ക്രമാതീതമായി കുറഞ്ഞു. ഇന്ന് രാവിലെ വരെ നീലിമല വരെ ഉണ്ടായിരുന്നു തീർത്ഥാടകരുടെ നീണ്ട നിര. പക്ഷെ അത് ശരംകുത്തി വരെ ക്രമീകരിക്കാൻ ഇന്നത്തെ ഈ നിയന്ത്രണങ്ങളിലൂടെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിരിവെച്ച് ആളുകൾ തങ്ങുന്നൊരു ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും കാണുവാനുള്ളത്. ഈ നാളെ നെയ്യഭിഷേകം ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി ഇവർ ഇറങ്ങുക. അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളിൽ മല കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകും. കൃത്യമായ നിയന്ത്രണങ്ങൾ പമ്പയിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടരുകയാണ്. നാളെയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നത്. നാളെ വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടത്തുന്നത്. അതുകൊണ്ട് നാളെയും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്കായിരിക്കും നട തുറക്കുക. അതോടൊപ്പം നാളെ 64,000-ആയും മറ്റന്നാൾ 70,000-ആയും വെർച്വൽ ക്യൂ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മണ്ഡലപൂജയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റിടങ്ങളിലെ കണ്ട പോലെയല്ല സാഹചര്യം. ഇവിടെ തീർത്ഥാടകർ പരമാവധി ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായി തന്നെ സാഹചര്യം മുന്നോട്ട് പോവുകയാണ്. ക്രിസ്റ്റീന. ശരി, രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇനി രാഹുൽ വിജയൻ കൂടി ചേരുകയാണ്. രാഹുൽ, ഈ സന്നിധാനത്തെ ഒരു തിരക്ക്, പമ്പയിലെ തിരക്ക്, അവിടെ വിവിധ വഴികളിലുള്ള തിരക്ക്, അതിനൊക്കെ അപ്പുറമായിട്ട് ഇടത്താവളങ്ങളിൽ ഇന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി കോടതി വരെ അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നു. ഇവരുടെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കും ആ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമായിട്ടുണ്ടോ? കൃഷ്ണ, പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലത്തെ സ്ഥിതി വളരെ രൂക്ഷമായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ഈ വഴിയിൽ കാണിച്ചിരുന്നു. കാരണം ഈ പാലാ പൊൻകുന്നം റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതായത് നൂറുകണക്കിന് തീർത്ഥാടകരുടെ വാഹനം വഴിയിൽ കിടക്കുന്നു. മാത്രമല്ല, ഈ വാഹനത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ പോലും സൗകര്യമില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വാഹനങ്ങൾ പയ്യെ കടത്തിവിട്ടു. നിലവിൽ ഇപ്പോൾ ഇടത്താവളങ്ങളിൽ, സൗകര്യങ്ങളുള്ള ഇടത്താവളങ്ങളിലാണ് വാഹനങ്ങൾ പിടിച്ചിടുന്നത്. എന്തായാലും ഇപ്പോഴും വഴികളിൽ നിയന്ത്രണമുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധങ്ങളില്ല. ഒരു സുഗമമായ രീതിയിൽ ആ യാത്ര അങ്ങനെ തുടരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായത്. ശരി, ഇനി അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്ന് അവധി ദിവസമാണ്. അസാധാരണ സിറ്റിംഗ് നടത്തി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? കോടതി നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കൃഷ്ണ, സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ് നിലവിൽ കോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി കർശന നിർദ്ദേശങ്ങൾ നൽകിയത്. രണ്ടാം തവണയാണ് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് കോടതി നേരിട്ടിടപെടുന്നത്. കഴിഞ്ഞ തവണയും കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപുണ്ടായ അഭൂതപൂർവമായ തിരക്കിലും കോടതി അടിയന്തരമായി തന്നെ ഇടപെട്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും സമാനമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡും ഒപ്പം പോലീസും ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് അടിയന്തരമായി കടക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. രാവിലെ തന്നെ കോടതി കേസ് ഇന്ന് അവധിയായിരുന്നിട്ട് കൂടി പ്രത്യേക സിറ്റിംഗ് നടത്തി എടുത്തതിന്റെ കാരണം കോട്ടയം ജില്ലയിലെ പല പ്രദേശങ്ങളിലും എരുമേലി, മുണ്ടക്കയം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ നിര 5 കിലോമീറ്ററിലധികം നീണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്തർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ആ ഒരു ഘട്ടമൊക്കെ വന്നതോടുകൂടിയാണ് കോടതി അടിയന്തരമായി കേസ് ഈ ഹർജി പരിഗണനയ്ക്കെടുത്ത് നിർദ്ദേശം അടിയന്തരമായി തന്നെ തിരക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകണമെന്ന് നിർദ്ദേശം എടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറെ നേരമായി പിടിച്ചിട്ട വാഹനങ്ങൾ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തിരികെ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് അവിടെ കൃത്യമായി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് പോകേണ്ടി വന്നു. ഒപ്പം എരുമേലിയിലും നിലയ്ക്കലും അടക്കം പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കഴിഞ്ഞ തവണ തന്നെ കോടതി നിർദ്ദേശം നൽകിയതാണ്. അക്കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇനി 27-ന് മണ്ഡല പൂജ കൂടി നടക്കുന്ന സാഹചര്യത്തിൽ തിരക്ക് ഇതിലും വർദ്ധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മുൻക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇന്ന് കോടതി നൽകിയത്. ശരി, ശബരിമലയിൽ നിന്ന് ചില അസാധാരണ വിഷയങ്ങൾ കൂടി ഉണ്ടായി. കോടതിയുടെ അസാധാരണ സിറ്റിംഗ് ഉണ്ടായി. നിർദ്ദേശം ദേവസ്വം ബോർഡിനും സർക്കാരിനും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്, രാഹുൽ വിജയൻ, അശ്വിൻ പാലാഴി. വീണ്ടും ഇരട്ടത്താപ്പ്. കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ കുറുപ്പംപടി പോലീസ്. നവകേരള സദസ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഈ പരാതിയിലാണ് കേസെടുക്കാതെ ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞില്ല 10 ദിവസങ്ങൾ ഇതുവരെ അത് തന്നെയല്ല എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് സീരെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഞങ്ങൾ മീഡിയാസിൽ പിന്നെ കണ്ടപ്പോൾ ഈ ഗൺമാൻ അനിലൊന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരെടുത്ത് പറഞ്ഞപ്പോൾ CI മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു അന്യായം ഫയൽ ചെയ്യാൻ തന്നെ പോവുകയാണ്. 27-ാം തീയതി അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം. ഈ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് CM കമാൻഡോസ് എന്ന യൂണിഫോം ഇട്ടുകൊണ്ട് വന്നതിൽ എല്ലാവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നവർ തന്നെയാണ്. ഇത് കെട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ, അതായത് വലിയ തോക്ക് ഉപയോഗിച്ച് തോക്കിന്റെ കടഭാഗം ഉപയോഗിച്ച് അടിവയറ്റിൽ കുത്തുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മൾ മജിസ്ട്രേറ്റിനടുത്ത് പറഞ്ഞാണ്. ഈ പറയുന്ന നമ്മൾ കൊടുത്ത പരാതിയിന്മേൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇതുവരെ.
ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. സിഐക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെയും തീരുമാനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴിയാണ്. അശ്വിൻ, തങ്ങളെ ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസ് വാഹനത്തിലാക്കി തോക്കിന്റെ കട കൊണ്ട് ഇടിച്ചുകൂട്ടിയെന്ന് പ്രവർത്തകർ തന്നെ പറയുന്നു. കോടതി ഇതിലൊരു നിർദ്ദേശം നൽകുന്നു, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന്. പക്ഷേ എന്നിട്ടും കേസെടുക്കാത്തതിൽ എന്തുകൊണ്ടാണ് പോലീസിനെ മാറി നിൽക്കാൻ അതിൽ നിന്ന് പ്രേരിപ്പിക്കുന്നത്? ക്രിസ്ത്യന, ഓടക്കാലിയിലെ ഷൂവേറ് പ്രതിഷേധത്തിന് ശേഷം KSU പ്രവർത്തകരെ കുറുപ്പമ്പടി ലോക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ യുവാക്കളെ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി വരുന്നത്. അത് ഗുരുതരമായ പരാതിയാണ്. തോക്കിൻ്റെ കൈവശം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദേഹത്ത് ഗുരുതരമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അവർ കോടതിയിൽ നൽകിയ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ തോക്കുകൊണ്ടിടിച്ച പരിക്കിൻ്റെ അടയാളങ്ങളും ഇവർ കോടതിയിൽ നേരിട്ടെത്തി കാണിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കണം എന്ന് കോടതി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചത്. എന്തായാലും ആ കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കുറുപ്പമ്പടി പോലീസ് ഇപ്പോഴും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇതുവഴിയും ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നോട്ട് പോക്കിനും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ ഈ കോടതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 27-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കും. പോലീസിന്റെ ഈ നിരുത്തരവാദപരമായ ഇടപെടലിനെതിരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും അടക്കം തീരുമാനം. ഒപ്പം ഈ കഴിഞ്ഞ പല തവണയായി ഈ KSU പരാതിക്കാരായ ആളുകൾ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെത്തി കേസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ കേസ് എടുക്കാം എന്നുള്ളൊരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകി അവരെ പറഞ്ഞയക്കുകയല്ലാതെ യാതൊരു നടപടിയും മുന്നോട്ട് ഇതുവരെയും പോലീസ് എടുത്തിട്ടില്ല. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിയിൽ കേസെടുത്താൽ അത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പോലീസിനൊരു ഭയം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൃഷ്ണ. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷൂവേർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് പോലീസ്. കോടതിയുടെ നിർദ്ദേശങ്ങൾ വരെ കാറ്റിൽ പറത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പെരുമാറ്റം. എന്തായാലും നാളെ കഴിഞ്ഞ് വീണ്ടും 27-ാം തീയതി കോടതി ചേരുമ്പോൾ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.